നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ഥലം ഏതാണെന്ന് ആർക്കെങ്കിലും മനസ്സിലായോ? അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമുക്ക് ചർച്ച് സ്ട്രീറ്റിനെ കുറിച്ചൊന്ന് പരിചയപ്പെടാം അല്ലേ. അപ്പോൾ ബാംഗ്ലൂരിലെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു സ്ട്രീറ്റാണ്. ഇവിടുത്തെ ആ ഒരു രസം നമുക്ക് പൂർണ്ണമായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ രാത്രി തന്നെ വരണം. രാത്രി നമുക്ക് കറങ്ങാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ്. അപ്പോൾ നമുക്ക് ഏറെ പ്രിയപ്പെട്ട ഒരാളോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ആൾക്കാരോ നമ്മുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഒക്കെ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഒന്നും കൂടെ ബെറ്റർ ആവും. നല്ല രസമാണ് ഇവിടെ ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞിട്ട് ഈ സൈഡിൽ ഫുട്പാത്തിലൂടെ നടക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ ഇതിനു മുൻപ് എത്രയോ പ്രാവശ്യം എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ ഈ വഴിക്ക് വന്നിട്ടുണ്ട്. ഞങ്ങളിതേ ഇങ്ങനെ കുറേ ഈ ഫുട്പാത്തിലൂടെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടന്ന് കുറേ സമയം ചിലവഴിച്ചിട്ടുണ്ട്. ഇവിടെ കാണാനായിട്ട് എന്താ ഉള്ളതെന്ന് ചോദിച്ചാൽ നമുക്ക് ഷോപ്പിങ്ങിന് പറ്റിയ നല്ലൊരു സ്ഥലമാണ്. കൂടാതെ നമുക്ക് രാത്രികൾ ഏറ്റവും ഭംഗിയാക്കാൻ പറ്റിയൊരു സ്ട്രീറ്റ് കൂടെയാണ്. കാരണം ഒന്നാമത് നല്ല കാറ്റാണ് ഇവിടെ. കൂടാതെ ആ ഒരു ആംബിയൻസ് ഒക്കെ നമുക്ക് എപ്പോഴും മനസ്സിനൊരു സന്തോഷം തരുന്നൊരു ആംബിയൻസ് ആണ്. പിന്നെ നമുക്കിതുപോലെ ഒരുപാട് ഇതുപോലെയുള്ള സ്ട്രീറ്റ് ഫുഡ് കിട്ടുന്ന കുഞ്ഞു കുഞ്ഞു ഷോപ്പുകളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നതിന് ശേഷം അവിടെ ഇവിടേക്ക് ഇങ്ങനെ കാറ്റും കൂടൊക്കെ നടന്നതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടൊരു സാധനം ട്രൈ ചെയ്തു ഇവിടെ നിന്നിട്ട്. അതാണ് ഈ കാണുന്നത് പാൻ. ഇത് കൂടുതലായിട്ട് നോർത്ത് ഇന്ത്യയിലാണ് കേട്ടോ. കാരണം നമ്മുടെ അവിടെയൊന്നും അങ്ങനെ കാണാറില്ല നോർമലി. അപ്പോൾ ഇങ്ങനെ കണ്ട സമയത്ത് എനിക്കൊന്ന് ആദ്യമായിട്ട് അതൊന്ന് ട്രൈ ചെയ്യണമെന്ന് എനിക്കും ഉണ്ടായിരുന്നു, എൻ്റെ ഏട്ടനും ആഗ്രഹം ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ഇതുവരെ പരീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഏറ്റവും കൗതുകമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിന് മുൻപ് വന്ന സമയത്തൊന്നും ഇതെൻ്റെ കണ്ണിൽ പെട്ടിട്ടേ ഇല്ല. അപ്പോൾ ഈ പ്രാവശ്യം ഞങ്ങൾ മഴയായത് കാരണമാണ് ഞങ്ങൾ ശരിക്കും ഈ നിൽക്കുന്ന ഈ ചേട്ടൻ്റെ ഷോപ്പ് റൈറ്റ് സൈഡായിട്ട് വേറൊരു ഷോപ്പ് ഉണ്ടായിരുന്നു. അതിൻ്റെ താഴെയിൽ ഞങ്ങൾ മഴ നനയാതിരിക്കാൻ വേണ്ടി നിന്നതായിരുന്നു. ആ സമയത്താണ് ശരിക്കും ഞാൻ ഈ സാധനം കണ്ടത്. അതുകൊണ്ട് എന്തായാലും ഞങ്ങൾക്കൊന്ന് ട്രൈ ചെയ്യണം എന്ന് തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഈ മാംഗോ പാനായിരുന്നു വാങ്ങിച്ചത്. ഏട്ടൻ സാധാരണ നോർമൽ നമ്മുടെ വെറ്റിലയിലകത്ത് ഫില്ലിംഗ് വരുന്നതായിരുന്നു വാങ്ങിയത്. ഇത്തിരി ടേസ്റ്റ് എന്താണെന്ന് വെച്ചാൽ എനിക്ക് അത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്ന് അറിയില്ല. മാങ്ങയുടെ ചെറിയൊരു രുചി എവിടെയോ ഉണ്ടായിരുന്നു. പക്ഷെ അതിനേക്കാൾ കൂടുതൽ മുന്നിട്ട് നിന്നത് അതിൻ്റെ ഉള്ളിലെ ഫില്ലിങ്ങും നമ്മളെ എനിക്ക് വെറ്റിലയായിട്ടൊന്നും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇനി അത് വെറ്റില തന്നെയാണോ എന്ന് പോലും എനിക്കറിയില്ല. പക്ഷേ നമ്മൾക്കറിയാത്ത പലതും ഉണ്ട് എന്നുള്ളതും സത്യമാണല്ലോ. ചിലപ്പം വെറ്റിലയുടെ തന്നെ വേറെ ഏതെങ്കിലും വെറൈറ്റി ആയിരിക്കാം. എന്തായാലും എനിക്കത് ഒരുപാട് ഇഷ്ടമായി. അതിൻ്റെ വേറെയും ഒരുപാട് ഫ്ലേവേഴ്സ് അവൈലബിൾ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇനി എന്തായാലും അടുത്ത പ്രാവശ്യം വന്നാൽ ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന്. എന്തായാലും ആ പുറത്തുള്ള ഒരു ചെറിയ ടേസ്റ്റ് വ്യത്യാസം മാത്രമേ ഉണ്ടാവും തോന്നുന്നു. ഫില്ലിംഗ് ഒക്കെ സെയിം ആയിരിക്കും. പിന്നെ നിർഭാഗ്യം എന്ന് പറയട്ടെ, മഴയായത് കാരണം നമുക്ക് ഈ സൈഡിൽ ഫുട്പാത്തിൽ അധികവും നമുക്ക് കാണാൻ പറ്റും ഈ മാലയും വളയൊക്കെ വിൽക്കുന്ന കുറേ ചേട്ടന്മാരൊക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ശനിയോ ഞായറോ ഒന്നും അല്ലായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ തിരക്കൊന്നും ഇല്ലാതെ ഇങ്ങനെ ശൂന്യമായിട്ട് കാണുന്നത് കേട്ടോ. അല്ലാത്ത പക്ഷം ശനിയാഴ്ചയൊന്നും നമുക്കിവിടെ നിൽക്കാൻ പോലും പറ്റില്ല. നല്ല തിരക്കായിരിക്കും. ശരിക്കും വരികയാണെങ്കിൽ വീക്കെൻഡിൽ വരിക, അതായത് ശനിയാഴ്ചയൊക്കെ വരിക. കഴിവതും ശനിയാഴ്ച തന്നെ വരിക. അതിൻ്റെ ഒരു രസം അറിയണമെങ്കിൽ, സ്ട്രീറ്റിൻ്റെ ഒരു ഭംഗി അറിയണം എന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഡേ എന്ന് പറയുന്നത് ശനി തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ബാംഗ്ലൂർ വരുന്നുണ്ടെങ്കിൽ എന്തായാലും ഈ സ്ട്രീറ്റ് മിസ് ചെയ്യരുത്. ഇതിന് മുൻപ് ബാംഗ്ലൂർ വന്ന ആൾക്കാരാണെങ്കിൽ ഉറപ്പാണ് എന്തായാലും ഈ സ്ട്രീറ്റിനെ കുറിച്ച് നല്ലപോലെ അറിയാൻ സാധിക്കും. കാരണം ബാംഗ്ലൂരിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ മിസ് ചെയ്യാൻ പറ്റില്ല. കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് പോലെ തന്നെ വളരെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു സ്ട്രീറ്റാണ്. കുറച്ച് സമയം കൂടെ ഇരിക്കാമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ മഴ സമ്മതിച്ചില്ല. മഴ ഇങ്ങനെ തുടർച്ചയായിട്ട് പെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ഥലം നമ്മുടെ ശിവാജി മാർക്കറ്റാണ് കേട്ടോ. അപ്പോൾ അതുവഴിയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പം എവിടെയെങ്കിലും കയറി ഫുഡ് കഴിക്കാം എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലാണ് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഒട്ടുമിക്ക കടകളും കാണാൻ കഴിയുക എങ്ങനെയാണെന്ന് വെച്ചാൽ ഓപ്പൺ ആയിട്ട് അവർ കുക്ക് ചെയ്യും, പുറത്തു നിന്ന് തന്നെ കുക്ക് ചെയ്യും, എന്നിട്ട് നമുക്ക് സെർവ് ചെയ്യുക ചെയ്യാറ്. അപ്പോൾ ഞാൻ ഇതുവരെ ഇവിടെ വന്നതിന് ശേഷം ഇതുവരെ അങ്ങനെയുള്ളൊരു ഷോപ്പിൽ കയറിയിട്ടില്ല. നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ അധികം കാണാത്തതുകൊണ്ടാവാം ഇവിടെ വരുമ്പോൾ എനിക്ക് അങ്ങനെ അതിനോടൊരു വലിയ ഇഷ്ടം തോന്നിയിട്ടില്ല ഇതുവരെ. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പോവാത്തത്. അപ്പോൾ ഞങ്ങളിതേ വേറൊരു ഹോട്ടലിൽ കയറി ഫുഡൊക്കെ കഴിച്ചു, എന്നിട്ട് തിരിച്ചു പോവുകയാണ്. അപ്പോൾ സമയം ഒരുപാട് വൈകിയത് കാരണം റോഡുകളൊക്കെ ഇങ്ങനെ കാലിയാണ്. അപ്പോൾ ഇതേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്